السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا مولانا محمد عبده ورسوله النبي الأمي وعلى آل سيدنا محمد وأزواجه وذرياته كما صليت على سيدنا إبراهيم وعلى آل سيدنا إبراهيم وبارك على سيدنا محمد النبي الأمي وعلى آل سيدنا محمد وأزواجه وذرياته كما باركت على سيدنا إبراهيم وعلى آل سيدنا إبراهيم في العالمين إنك حميد مجيد. أما بعد، بسم الله الرحمن الرحيم. يا أيها الذين آمنوا لا تأكلوا أموالكم بينكم بالباطل. صدق الله المولانا العظيم. إن لكل أمة فتنة وفتنة أمتي المال. شفيعنا رسول الله صلى الله عليه وسلم. ഏറ്റവും ബഹുമാനമുള്ള മുഅ്മിനുകളെ, മുഅ്മിനാത്തുകളെ, അബൂ ഹുറൈറ റിപ്പോർട്ടാക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കുന്ന ടൈമിൽ എല്ലാവരും ദുഃഖക്കാരാണ് എന്ന് അബൂ ഹുറൈറ റിപ്പോർട്ട് ഹദീസ് നബി സല്ലല്ലാഹു ചെന്നപ്പോൾ സഹാബകൾ കേട്ടാകാർ, എന്തി നബി എല്ലാവരും ദുഃഖിക്കണോ? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നല്ലങ്ങ എല്ലാവരും ഇന്നത്ര സത്കർമ്മ, ഇന്നത്ര നൽകാര്യം നിങ്ങൾ യാറാക്കില്ലല്ലേ എന്ന് ദുഃഖപ്പെടുறாറ്. ഇന്നത്ര സൽക്കർമ്മ സത്കാര്യം നിങ്ങൾ യാറാക്കില്ലല്ലേ അല്ലാഹ്. നിങ്ങളുടെ ടൈം, നിങ്ങളുടെ സെക്കൻഡ്, നിങ്ങളുടെ നിമിഷ, നിങ്ങളുടെ ഗണ്ടങ്ങ എത്രമോ ഹലാക്കായതുണ്ടല്ലേ, അതുകൊണ്ടുള്ള ഉപയോഗം ആക്കിക്കൊണ്ടില്ലല്ലേ എന്നങ്ങ് ദുഃഖപ്പെടുறாറ്. പിന്നെ ബെടക്കായ മനുഷ്യന്മാർ നമുക്ക് നല്ല തെരലു ചെന്നേ സിറാത്തുൽ മുസ്തഖീമായ തെരലു നമുക്ക് നടക്കുവായില്ലല്ലേ, സത്കർമ്മത്തെ ഖജാന സമ്പാദനക്കാവും നമുക്കായില്ലല്ലേ, സത്കർമ്മം നിങ്ങൾ ആക്കില്ലല്ലേ എന്നങ്ങ് എന്താവിടാറ്, അങ്ങ് ബേജാറാവിടാറ്, അതിനെ ദുഃഖപ്പെടുறாറ് എന്ന് ചൊല്ലാറ് അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് ലഭിച്ചു നക്ക് കൊന്തിന്ന തെലങ്കാലും നിങ്ങൾക്കെങ്കാലും കൊന്തിന്നെങ്കിൽ നിങ്ങൾ തെല്ല് ചിരിക്കാത്താറ്, ചെമ്പൽപ്പെടാത്താറ്. പിന്നെ നക്ക് കൊന്തിന്ന തെലെന്തെങ്കാലും നിങ്ങൾക്ക് കൊന്തിന്നെങ്കിൽ അള്ളാഹുടെ നിങ്ങൾ അങ്ങേറ്റം പേടിച്ചിട്ട് നിങ്ങളെ മുതു ബഗ്ഗി പോകണ്ടത്ര സുജൂദിടാത്താറ്. എത്രേ നിങ്ങളെ മുതു ബഗ്ഗി പോകണ്ടത്ര നിങ്ങൾ അള്ളാഹു സുജൂദിടാത്താറ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതുകൂടെ ഭൂമിയിൽ അള്ളാഹ് പഠിച്ച പടപ്പിൽ വെച്ച് ഏറ്റവും ചെമ്മസ്റ്റ് അള്ളാഹെ പേടിച്ച ആളാറ് അള്ളാഹ് റസൂലും. ചെമ്മ സുജൂദിട്ട ആളാറ് അത് അള്ളാഹ് റസൂലും. പിന്നെന്താ നബിയുടെ മുതു ബഗ്ഗില്ല? നബിയുടെ മുതു ബഗ്ഗും നബി സാധാരണ മനുഷ്യല്ല. നബി അസാധാരണ മനുഷ്യ. നഖങ്കാലം ധാരാളം സുജൂതി, എപ്പോൾ നോക്കി അള്ളാഹ് പിടിച്ച് സുജൂതി ചെയ്ത് നിസ്കാരമേ അല്ലെ സുജൂതി ഇട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ആയുസ് മോനെ ഇട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ബഗ്ഗി പോവാ എന്ന് ചെല്ലോ നബി ചെല്ലോ. നിങ്ങൾ നക്കൊന്തിന്നെങ്കാൽ നിങ്ങൾ കൊന്തിന്നെങ്കിൽ നിങ്ങൾ അള്ളാഹോട് പേടിച്ചിട്ട് സുജൂതി ആക്കിക്കൊണ്ടിരിക്കുവാറ് എവിടുത്തോളോ നിങ്ങളെ മുതു ബഗ്ഗി പോകേണ്ട കൊടുത്തോളോ. അപ്പോൾ എന്തിനോ നിങ്ങൾ ഭൂമിയുടെ റഹാത്താക്കുള്ള പക്ക ഭൂമിയുടെ മേൽ. അതുകൊണ്ട് നല്ല നാളുള്ളോ ദുൽഹജ്ജ് 10 നാല്, അതിലും സുമാർ നാളായിത്തല്ലേ. ഇന്നുള്ള നാലെന്താക്കണം, ധാരാളം നല്ലത് മാത്രം ആക്കുന്നു. അപ്പോൾ നിങ്ങൾ എന്താക്കടാ, ശൈത്താൻ ഹലാക്കാക്കിയിട്ടുള്ള. അപ്പോൾ ഉമാമത്തിൽ ബാഹിൽ റളിയല്ലാഹു അൻഹു ചൊല്ലി നബിയാക്കി നിയോഗിച്ചപ്പ ഇബ്ലീസ് ഭയങ്കര ടെൻഷനിലായ. അവിടെ ഭയങ്കര ദുഃഖമാവുന്ന ടൈമും നബിയാക്കി നബിയാക്കിയപ്പ അള്ളാഹു റസൂല. അപ്പോൾ അവൻ്റെ അനുയായികളെല്ലാം അവൻ്റെ മുട്ട വന്നിട്ട് ചെന്നാറ് ചെന്ന് അവൻ്റെ അനുസരിച്ച് അവൻ്റെ ഇബ്ലീസിൻ്റെ മക്കങ്ങ എല്ലാം ചെന്നാറ് ബലവാപ്പ എന്തിങ്ങനെ ദുഃഖത്തിലുള്ള ആറുണ്ട് എന്നീ ദുഃഖം അവിടെ ഗ്രേറ്റസ്റ്റ് നബിയാക്കിയ അള്ളാഹു ആ നബിയുടെ ഉമ്മത്തിമാർ വലിയ ഗ്രേറ്റസ്റ്റ് വെച്ചിട്ടെങ്കിൽ ഭയങ്കര ഗ്രേഡ് വെച്ചിട്ട് അങ്ങ് ഇവിടെ ഭണ്ടാറില്ല. അതുക്കാണ് നിങ്ങൾ ദുഃഖത്തിൽ എന്ന് ചെന്നപ്പോൾ ശൈത്താൻ ചെന്ന ಅದಕ್ಕಾಯ್ತು ನಾನು ದುಃಖಪಟ್ಟರು. പിന്നെ അങ്ങ് ഭയങ്കര ദുനിയാവോട് പ്രസവിക്കിടാറുണ്ട്. ഇതേ ഒരു ബേജാറുമില്ല, നല്ല ദുഃഖമേ ഇല്ലാണ്ടാവും. അതുകൊണ്ട് നിങ്ങൾ ഇടീ പോയിട്ട് അങ്ങ് എങ്ങനെ ദുനിയാവോട് പ്രസവിക്കിടങ്ങമ എന്ന് നിങ്ങൾ നോക്കണു എന്ന് ചെന്നപ്പോൾ അനുയായി വന്ന് ചെന്നാറ് അങ്ങ് ദുനിയാവോട് ദുനിയാവിടങ്ങ പ്രസവിക്കിടാറ്. അപ്പോൾ അവൻ ചെന്ന ഇബ്ലീസ് അപ്പോൾ ഇത് നണ്ട കാര്യമല്ല സലീസ് ഇന്ന് ദുനിയാവിടങ്ങ് പ്രസവിക്കിടാറുണ്ട്. ഇതേ നണ്ട കാര്യമല്ലങ്ങ് സുലഭ
ಭಾರಿ ಸುಲಭ. ಹಂಗೆ ವಿಗ್ರಹಾರಾಧನಾಕಿಲ್ಲಿ ಶಿರ್ಕಾಕಿಲ್ಲಿಂಗ್ ಬೆಳೆದಿಲ್ಲ. അങ്ങനെ 3 കാര്യം കൊണ്ട് ഞാൻ എന്താക്കടെ നൻ്റെ പാർട്ടിക്ക് അങ്ങനെ ആക്കട്ടെ ഞാൻ എന്ന് ചെല്ലാറ് ഇബിലീസ് ചൊല്ലും. എന്തിനാ 3 കാര്യം കൊണ്ട് അവൻ്റെ പാർട്ടി കാണാക്കടോ? ഒന്ന് ഹലാലായ നിലക്കല്ലാണ്ട് അങ്ങ് സമ്പാദനാക്കി പറ്റുന്നതാണ്. അങ്ങനെ ഹലാലായ നിലക്കല്ലാണ്ട് അങ്ങനെ സമ്പാദനാക്കി പറ്റുന്നത്. ಅದಕ್ಕೆ നബി ചെന്നു ലികുല്ലി ഉമ്മത്തിൻ ഇന്ന ലികുല്ലി ഉമ്മത്തിൻ ഫിത്ന വഫിത്നതു ഉമ്മത്തി അൽമാൽ. എല്ലാ ഉമ്മത്തിമാരും എല്ലാ സമുദായത്തിൽ ഓരോ ഹലാക്കുണ്ട്. നൻ്റെ സമുദായത്തെ ഹലാക്കിയത് കൊണ്ട് സ്വത്ത് സമ്പാദനാക്കുന്നത്. സ്വത്ത്, ആസ്തി, സമ്പತ್ತು, പൈസ, ഇതിൽ നണ്ട ഫിത്തന, നണ്ട ഉമ്മത്തിമാർ ഫിത്തന എന്ന് ചെയ്യുന്നു. അപ്പോൾ ചെന്ന് എന്തോ ഇബിലീസ് അങ്ങ് ദുനിയാവിടെ നിന്ന് പിരിച്ച് വെച്ചായിട്ട് ഞാൻ എന്താക്കട്ടെ അങ്ങനെ ഹലാലായതല്ലാത്ത നിലക്ക് പൈസ സമ്പാദനാക്കവിടെ. പിന്നെ എന്താക്കട്ടെ രണ്ടാമത്തോ ഹറാമായ നിലക്ക് ചിലവുമാക്കി പാട്ടെ. ഹലാലായ നിലക്ക് സമ്പാദനമാക്കിയ സമ്പാദനമാക്കിയ പൈസ കണ്ടിട്ട് ഹറാമായ നിലക്ക് ഞാൻ അങ്ങനെ ചിലവാക്കപ്പെട്ടെ ചിലവ് ആക്കപ്പെട്ടെ. പിന്നെന്താക്കടെ അങ്ങനെ ഹക്ക് അങ്ങനെ കർത്തവ്യമുണ്ട്, അത് പൂർത്തിയാക്കാത്ത പോലെ ധാരാളം പൈസ അങ്ങോട്ട് സ്റ്റാക്കാക്കപ്പെട്ടെ. സ്റ്റാക്കാക്കപ്പെട്ടെ എന്തെടുത്ത അങ്ങ് എത്ര ധാരാളം പൈസ നിങ്ങൾ എന്താക്കല്ല അങ്ങ് സമ്പാദന കിടാറ് സക്കാത്ത് കൊടുക്കില്ല. സക്കാത്ത് കൊടുക്കാത്ത വല്ല അങ്ങനെ സക്കാത്ത് കൊടുക്കാത്ത പോലെ ആക്കുന്നതാണ്. സക്കാത്ത് ഫർളല്ലേ, എത്ര പൈസ ഇപ്പോൾ സക്കാത്ത് കൊടുക്കണ്ടല്ലേ, അത് ഞാൻ കൊടുക്കാത്ത പോലെ ആക്കണം. അപ്പോൾ എന്താക്കണ്ടാണ്? ഒന്ന് ഹറാമായ നിലക്ക് അങ്ങനെ സമ്പാദനാക്കട്ടെ, ഹറാമായ നിലക്ക് ചിലവാക്കട്ടെ, സക്കാത്ത് കൊടുക്കാത്ത പോലെ ഞാനാക്കട്ടെ. ഈ 3 കാര്യം കൊണ്ട് അങ്ങനെ എന്താക്കണം? ഞാൻ ഹലാക്കാക്കട്ടെ എന്ന് അവൻ ചെന്ന. ആര് ചെന്നു? ഇബിലീസ്. ഇതൊക്കെ ചൊല്ലാറ് അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലോ അള്ളാഹു റസൂൽ. അതുകൊണ്ട് എന്താക്കൊണ്ട് ധാരാളം കൈയുടെ പരമാവധി ശൈത്താൻ്റെ ഷറില് ബച്ചാവുകളെല്ലാം ഏർപ്പാട് റെഡിയാക്കുന്നത് കൊണ്ട് ഹലാലായ നിലക്ക് നിങ്ങൾ എല്ലാ സമ്പാദനമാണ്. ഹലാലായ നിലക്ക് നിങ്ങൾ ചിലവാക്കലുമാണ്. സക്കാത്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് ഫർളായ സക്കാത്ത് കൈയുടെ പരമാവധി കൊടുത്തിട്ട് വീട്ടിൽ നിങ്ങൾ ആയിട്ടെങ്കിൽ ശൈത്താൻ നിങ്ങൾ എന്താ അവിടെ നിങ്ങൾ അവൻ്റെ വിരോധി നിങ്ങൾ അവിടെ ചെന്നെങ്കിൽ അവൻ്റെ നിങ്ങൾ സ്വൽപാട്ട നിങ്ങൾ വിന്ന അവിടെ. അതുകൊണ്ട് ആ നിലക്ക് ജീവിക്കുന്നു. ഇൻഷാ അല്ലാഹ് ഈ ദുൽഹജ്ജ് തിങ്ങളുടെ ഹക്ക് എല്ലാവർക്കും ഇതിനെ ഭാരി അങ്ങേറ്റം ബഹുമാനിച്ചാറില്ലേ? ഈ തിങ്ങളുടെ ബഹുമാനിച്ച എല്ലാവരും ഹക്ക് ജാഹബർക്കത്തും നമുക്ക് എന്താക്കും? നമുക്ക് ബഹുമാനിക്കും. ഇതിൽ ധാരാളം നോമ്പിടിക്കും, സൽക്രമെല്ലാം ആക്കും. നമുക്ക് എല്ലാവർക്കും അല്ലാഹ് ഭാഗ്യം നൽകട്ടെ. നിങ്ങളെല്ലാവരും സർവ്വദോഷം മാഫാക്ക് റഹ്മാനെ. നിങ്ങളെല്ലാവരും വിളിച്ചാൽ ഇസ്സത്ത് റഹ്ലുകാർ കൊണ്ടിലാക്കി ഈമാൻ 40 ആറാക്കി തന്നിട്ടേക്കുക അല്ലാഹ്. നിങ്ങളെല്ലാവരും സർവ്വദോഷം മാഫാക്കിട്ട് മുത്തഖീങ്ങളെ കൊണ്ട് നിങ്ങൾ ഇപ്പോഴത്തെ റഹ്മാനെ സ്വാലിഹീങ്ങളെ കൊണ്ടിലാക്കുക റഹ്മാനെ. അഹ്ലുസുന്നത്തുൽ ജമാഅത്ത് ഇന്ന പ്രകാരം ജീവിക്കും മരിക്കും. നമുക്ക് എല്ലാവർക്കും നീ ഭാഗ്യം ഉണ്ടാക്കുക അല്ലാഹ്. ബിബറകത്ത് സയ്യിദിനാ മുസ്തഫ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.